ഇബ്ൻ ബത്തൂത്തയുടെ നാടായ മൊറോക്കോയിൽ നിന്നാണ് ഈ ലക്കബ് ചൊല്ലിയിഷ്ടം. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കപ്പലിൽ കയറിയും നടന്നും ഒട്ടകപ്പുറത്തുമൊക്കെ സഞ്ചരിച്ച് 1,00,000-ലധികം കിലോമീറ്ററുകൾ പിന്നിട്ട് ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ അതിമനോഹരമായി പകർത്തിവെച്ച സഞ്ചാരിയായിരുന്നു ഇബ്ൻ ബത്തൂത്ത. അദ്ദേഹത്തിന്റെ രാജ്യമായ ടാങ്കേറിൽ നിന്ന് ഒരല്പം അകലെ, അതായത് ഒരു 20 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് യൂറോപ്പ്. ദൃശ്യങ്ങളിൽ കടലിനക്കരെ കാണുന്നതാണ് സ്പെയിനിലെ സിയറ ദ ഗ്രസ്ലേമ മലനിരകൾ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഈ മലനിരകൾ വളരെ വ്യക്തമായി തന്നെ കാണാനാവും. യൂറോപ്പിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയുടെ വടക്കൻ മുനമ്പിലുള്ള ഈ തുറമുഖ നഗരത്തിന് നിർണായകമായ സൈനിക പ്രാധാന്യമാണ് എക്കാലത്തും ഉണ്ടായിരുന്നത്. ടാഞ്ചേറിലെ കോട്ടയും അതിനോട് ചേർന്ന നിരവധി നിരീക്ഷണ ഗോപുരങ്ങളും മധ്യകാല നൂറ്റാണ്ടുകളിൽ നടന്ന ഒട്ടനേകം ആക്രമണങ്ങളുടെ കഥകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ നഗരസൗന്ദര്യത്തിനായി വെറുതെ കൊണ്ടുവച്ചതാണെന്ന് ആർക്കും തോന്നുന്ന ഈ പീരങ്കികൾ പക്ഷേ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ മുമ്പെന്നോ സ്ഥാപിക്കപ്പെട്ടവയാണ്. സുദീർഘമായ പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇവയിൽ ഓരോ പീരങ്കിക്കും. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരും 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും മൊറോക്കൻ സുൽത്താൻമാരെ കീഴടക്കി ടാഞ്ചേറിന്റെ ആധിപത്യം പിടിച്ചെടുത്ത ഇടവേളകൾ നഗരചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്.